പാമ്പെന്ന് കേട്ടാൽ പിന്നെ ആ പരിസരത്തോട്ട് പോകാത്തവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെയും പശുവിനെയുമൊക്കെ വളർത്തുന്നത് പോലെ രാജവെമ്പാലകളടക്കമുള്ള പാമ്പുകളെ വളർത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചൈനയിലെ സെജിയാങ് പ്രവിശ്യയിലെ സിസിക്കിയോ എന്ന ഗ്രാമത്തിലെ ആളുകളാണ് പാമ്പുകളെ കൃഷി ചെയ്യുന്നത്. വർഷം 100 കോടിയോളം രൂപയാണ് ഇവർ ഇത്തരത്തിൽ പാമ്പുകളെ വിറ്റ് സമ്പാദിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഏതായാലും അവർ പാമ്പുകളെ എന്തിനാണ് കൃഷി ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 1980 കാലഘട്ടത്തിൽ യാങ് ഹോങ് ചാങ് എന്ന വ്യക്തിയാണ് പാമ്പ് വളർത്തൽ കൃഷിയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഈ ഗ്രാമത്തിൽ ആദ്യമായി പാമ്പുകളെ വളർത്താൻ ആരംഭിച്ചത്. എന്നാൽ ആദ്യത്തെ വർഷം വിരിയിക്കാൻ വെച്ച മുട്ടകളിൽ വെറും 10% മുട്ടകൾ മാത്രമേ വിരിഞ്ഞിറങ്ങിയുള്ളൂ. ഇത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇത് കാരണമൊന്നും അദ്ദേഹം ഈ പാമ്പ് കൃഷി അവസാനിപ്പിച്ചില്ല. അതിനാൽ തന്നെ അടുത്ത വർഷം വിരിയിക്കാൻ വെച്ച മുട്ടകളിൽ 80% മുട്ടകൾ വിരിയുകയും അതിൽ 30,000-ഓളം പാമ്പിൻ കുട്ടികൾ ജനിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് ആ ഗ്രാമത്തിലാകെ ചർച്ചാ വിഷയമാവുകയും അന്ന് തൊട്ട് ഈ ഗ്രാമത്തിലുള്ളവർ പാമ്പിനെ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയുമായിരുന്നു. അതായത് ആ ഗ്രാമത്തിലെ 85% ആളുകളും ഇത്തരത്തിൽ പാമ്പിനെ വളർത്തുന്നുണ്ട് എന്നാണ് കണക്ക്. രാജവെമ്പാലകളെപ്പോലുള്ള ചില വിഷമുള്ള പാമ്പുകളെ ഒഴിച്ചു നിർത്തിയാൽ കൂടുതലായും വിഷമില്ലാത്ത പാമ്പുകളെയാണ് ഇവർ വളർത്തുന്നത്. പാമ്പുകളെ വളർത്താനായി ഇത്തരത്തിൽ ഇഷ്ടികകൾ കൊണ്ട് കൂട് നിർമ്മിക്കുകയാണ് ആദ്യം ഇവർ ചെയ്യുക. ഏത് കാലാവസ്ഥയിലും പാമ്പുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയാണ് ഇതെന്നാണ് ഇവരുടെ അവകാശവാദം. ഇങ്ങനെയുള്ള ബോക്സുകൾ ഇത്തരത്തിലുള്ള ഒരു വലിയ മുറിയിലാണ് സെറ്റ് ചെയ്യുക. ബ്രീഡിംഗ് സീസണുകളിൽ മാത്രമേ 2 പാമ്പുകളെ ഒരു കൂട്ടിൽ ഒരുമിച്ചിടാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഒരു കൂട്ടിൽ ഒരു പാമ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ വർഷവും 20 മുതൽ 30 മുട്ടകൾ വരെയാണ് ഒരു പാമ്പ് ഇടാറുള്ളത്. ഇത്തരത്തിലിടുന്ന മുട്ടകളിൽ 90%-ഓളം മുട്ടകളും വിരിയാറുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. 70 ദിവസത്തോളമാണ് മുട്ട വിരിയാനായി സമയമെടുക്കുക. പാമ്പുകൾ മുട്ടകളിട്ട് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഈ മുട്ടകളെല്ലാം മറ്റൊരു മണ്ണ് നിറച്ച ബോക്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇങ്ങനെ മണ്ണിൽ കിടന്നാണ് പാമ്പിൻ മുട്ടകളെ ഇവർ വിരിയിച്ചെടുക്കുക. ഇത്തരത്തിൽ വിരിഞ്ഞിറങ്ങുന്ന പാമ്പിൻ കുഞ്ഞുങ്ങളെ എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവർ ഇടാറുള്ളത്. ശേഷം 12 മുതൽ 18 മാസത്തോളം ഇവകളെ മറ്റു രോഗങ്ങളൊന്നും പിടിപെടാതെ സംരക്ഷിക്കും. കാരണം പാമ്പുകൾക്ക് പിടിപെടുന്ന പല രോഗങ്ങളും മരുന്നില്ലാത്ത രോഗങ്ങളാണ്. അതിനാൽ തന്നെ ഇത്രയും പാമ്പുകൾക്ക് രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഇത് അവരുടെ ബിസിനസ്സിനെ ആകെ തകിടം മറിക്കും. ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന പാമ്പുകൾക്ക് പ്രധാനമായും തവളകളെയും എലികളെയും മറ്റുമൊക്കെയാണ് ഭക്ഷണമായി നൽകാറുള്ളത്. പാമ്പിൻ്റെ പ്രായത്തിനനുസരിച്ചാണ് ഇവർ ഭക്ഷണം നൽകുക. പക്ഷേ എത്ര സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാലും ഈ തൊഴിൽ ഏറെ അപകടം പിടിച്ച ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് രാജവെമ്പാല പോലുള്ള പാമ്പുകളുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം ഏറെക്കുറെ ഉറപ്പാണ്. പ്രധാനമായും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന പാമ്പുകളെ ഭക്ഷണമാക്കാനായി പാമ്പിനിറച്ചിക്ക് വേണ്ടി മാർക്കറ്റുകളിൽ എത്തിക്കുകയാണ് ചെയ്യുക. എന്നാൽ ചില പാമ്പുകളെ മരുന്നുകൾ ഉണ്ടാക്കാനായി പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഉപയോഗിക്കാറുണ്ട്. കൂടാതെ പാമ്പുകളെ വൈൻ നിർമ്മിക്കാനായും ഉപയോഗിക്കാറുണ്ടത്രേ. പാമ്പുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈനുകൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രാചീന മരുന്നാണത്രേ. ലോകത്ത് പാമ്പുകളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. പൊതുവെ ഇന്ത്യക്കാർക്ക് പാമ്പുകളെ കാണുന്നതേ വെറുപ്പാണെങ്കിലും ചൈന, വിയറ്റ്നാം, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പാമ്പെന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന ഭക്ഷണ വിഭവമാണ്. ഇതുപോലെയുള്ള മറ്റൊരു ഗ്രാമമാണ് വിയറ്റ്നാമിലെ ലേമാറ്റ് എന്ന ഗ്രാമം. സ്നേക്ക് വില്ലേജ് എന്നാണ് ഇതും അറിയപ്പെടുന്നത്. 1000-ഓളം വർഷങ്ങളായി പാമ്പുകളെ ഭക്ഷണമാക്കുന്നവരാണ് ഇവിടത്തുകാർ. അവയെ പിടിക്കുന്നതും ഇണചേർക്കുന്നതും ഇവിടെ പതിവാണ്. പാമ്പ് വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഈ ഗ്രാമത്തിലെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ പാചകം ചെയ്യുന്നവയിൽ ഭൂരിഭാഗവും മൂർഖൻ പാമ്പുകളാണത്രേ. പാമ്പുകളെ കഴിക്കുന്നത് പൗരുഷത്തിൻ്റെ ലക്ഷണമായാണ് വിയറ്റ്നാമിലെ ആളുകൾ കരുതുന്നത്. ഇവയെ ഭക്ഷണമാക്കുന്നതിലൂടെ ശരീരത്തിന് കരുത്തും ലൈംഗിക ശേഷി കൂടുമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമായിരിക്കും, കടിയേൽക്കാതെ എന്നും എങ്ങനെയാണ് പാചകക്കാർ പാമ്പുകളെ പിടിച്ച് കൊല്ലുന്നതെന്ന്. എന്നാൽ മിക്ക പാമ്പുകളും ഇവരെ കടിക്കും എന്നതാണ് സത്യം. ഇതിന് നല്ല വേദനയും കാണും. എന്നാൽ ഇവയെ പിടിക്കുമ്പോൾ തന്നെ വിഷം ഊറ്റിക്കളയുന്നതിനാൽ
കടിയേറ്റ ആരും മരിക്കുന്നില്ല എന്ന് മാത്രം. പാമ്പുകളെ പാചകം ചെയ്യുന്ന മിക്ക ആളുകളുടെ കയ്യിലും ഇങ്ങനെ കടിയേറ്റ പാടുകൾ കാണാമത്രേ. കൂടാതെ വർഷം തോറും മാർച്ചിൽ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് സ്നേക്ക് ഫെസ്റ്റിവൽ. ലൈത്തായ് ടോങ് രാജാവിൻ്റെ കാലത്ത് ഭീമൻ പാമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു ജലരാക്ഷസനെ കീഴടക്കിയ ഹോങ് എന്ന യുവാവിൻ്റെ ഓർമ്മക്കായാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. മുൻപേ പറഞ്ഞ ചൈനയിലെ പാമ്പ് വളർത്തുന്ന ഗ്രാമം പോലെ ഇവിടെയും പാമ്പുകളെ വളർത്തുന്നതിനും സൂക്ഷിക്കുന്നതിനും അവയുടെ പ്രജനനത്തിനുമായി നിരവധി ഫാമുകൾ നിലവിലുണ്ട്. പാമ്പുകളെ വളർത്തുന്ന 100ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. പാമ്പുകളെ വളർത്തുകയും പാമ്പുമാംസം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന 2 വലിയ ഫാമുകൾ ഗ്രാമത്തിലുണ്ടത്രേ. എല്ലാ ദിവസവും 1000ഓളം വിദേശ സഞ്ചാരികൾ പാമ്പുകളെ കാണാൻ വേണ്ടി മാത്രമായി ലേമാറ്റിലെത്തുന്നു എന്നാണ് കണക്കുകൾ. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പാമ്പ് കൃഷി നമ്മുടെ നാട്ടിൽ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതായാലും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.